നമസ്കാരം. എല്ലാ പഠിതാക്കൾക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പൂർവകാല ചോദ്യ പേപ്പറുകളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആവർത്തിക്കുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചോദ്യം ഇത് കോമൺ പ്രിലിമിനറി പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത് നമ്മൾ ആദ്യമായി പരിശോധിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: മണൽ അധികം അരണ്യം. മണൽ അധികം അരണ്യം. അരണ്യം എന്ന വാക്കിന്റെ അർത്ഥം കാട് എന്നാണ്. ഇവിടെ രണ്ട് പദങ്ങൾ നമ്മൾ ചേർക്കുകയാണ്. അതാണ് ചേർത്തെഴുതുക. രണ്ട് പദങ്ങൾ ചേർത്തിട്ട് ഒരു ഒറ്റ പദം ഉണ്ടാക്കുകയാണ്. അതായത് മലയാള ഭാഷയിൽ സന്ധി എന്ന വ്യാകരണ നിയമം ഇവിടെയാണ് വരുന്നത്. രണ്ട് പദങ്ങളെ തമ്മിൽ ചേർക്കുമ്പോൾ ആ പദങ്ങളിൽ വരുന്ന മാറ്റം, അതിനെയാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ രണ്ട് പദങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് മണൽ, രണ്ട് ആരണ്യം എന്നതാണ്. മണലാരണ്യം, മണലരണ്യം, മണലോരണ്യം ഇവയൊന്നുമല്ല. നമുക്ക് 4 ഓപ്ഷൻസുകൾ കാണാം അവിടെ. ഒന്ന് മണലാരണ്യം എന്ന ഒരു ഓപ്ഷൻ കാണാം. നമുക്ക് മണലാരണ്യം എന്ന ഓപ്ഷൻ കാണാം. രണ്ട് നമ്മൾ നോക്കുക. നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് മണലരണ്യം എന്ന ഓപ്ഷനാണ്. മൂന്നാമത്തെ ഓപ്ഷൻ മണലോരണ്യം എന്ന ഓപ്ഷനാണ്. ഡി ഇവയൊന്നുമല്ല. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് മണൽ അധികം അരണ്യം. മണൽ എന്ന പദം അവസാനിക്കുന്നത് ഒരു ചില്ലിലാണ്, ചില്ലക്ഷരത്തിലാണ്. ഇൽ എന്ന ചില്ലക്ഷരത്തിലാണ്. ആ ചില്ലക്ഷരം പിന്നെ ഒരു സ്വരാക്ഷരവുമായിട്ട് ചേരുകയാണ്. ആ സ്വരാക്ഷരമാണെങ്കിലോ, ആ സ്വരാക്ഷരമാണെങ്കിൽ ഹ്രസ്വമായ സ്വരാക്ഷരമാണ്. അപ്പൊ ഹ്രസ്വം എന്ന് വെച്ചാൽ വളരെ ഷോർട്ടായിട്ട് ഉച്ചരിക്കുന്നതാണ് ആ എന്നാണ്. അപ്പോൾ മണൽ അധികം അരണ്യം, ആ ചില്ലക്ഷരം അധികം ഹ്രസ്വാക്ഷരം, ഹ്രസ്വ സ്വരാക്ഷരം ചേരുമ്പോൾ എന്താവും? അതിന്റെ ദീർഘം വരും. ആ രണ്ടാമതിരിക്കുന്ന പദത്തിന്റെ ഹ്രസ്വ സ്വരത്തിന്റെ ദീർഘം വരും. അപ്പൊ എങ്ങനെ വരും അത്? മണലാരണ്യം, മണലരണ്യം, മണലോരണ്യം ഇവയൊന്നുമല്ല. അത് നമുക്ക് ഇവയൊന്നുമല്ല എന്നത് നമുക്കല്ല, അതിൽ ഉത്തരവുണ്ട്. സി നോക്കുമ്പോൾ മണലോരണ്യം അങ്ങനെ ഒരു വേർഡ് നമുക്ക് ഇല്ല, അങ്ങനെ ഒരു വാക്ക് നമുക്കില്ല. മണലരണ്യം എന്ന് വന്നാൽ അവിടെ ആ രണ്ടാമതിരിക്കുന്ന സ്വരാക്ഷരത്തിന് ദീർഘം സംഭവിച്ചിട്ടില്ല. അപ്പോ അതുമല്ല. പിന്നെ നമ്മുടെ എ എന്ന ചോദ്യത്തിലാണ്. എ എന്ന ഉത്തരം നോക്കുക. മണലാരണ്യം എന്നാണ്. മണലാരണ്യം എന്നാണ് കണ്ടിരിക്കുന്നത് അല്ലെ? അപ്പോൾ അവിടെ ആ എന്നുള്ളതിന് ദീർഘം സംഭവിച്ചിട്ടുണ്ട്. ആ ദീർഘം സംഭവിച്ചത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഉത്തരം എ ആണ് ഉത്തരം എന്ന് നമുക്ക് പറയാം. മണലാരണ്യം എന്നതാണ് ഉത്തരം അല്ലെ? ഇനി അടുത്തതിലേക്ക് പോവാം. ഇവിടെ നോക്കുക. തുല്യമായിട്ടുള്ള ചില വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു പോവുക. മണൽ അധികം ആരണ്യം, മണലാരണ്യം. മഹാ പ്ലസ് ഉത്സവം, മഹാ ആ എന്ന ദീർഘമുണ്ട്. ആ അധികം ഉ ഓ എന്ന് വരും. അതുകൊണ്ട് മഹാ
മഹാ, അധികം, ഉത്സവം, മഹോത്സവം, മഠം പ്ലസ് പള്ളി, മഠം പ്ലസ് പള്ളി, മഠപ്പള്ളി. അവിടെ രണ്ടാമതിരിക്കുന്ന ആദ്യ അക്ഷരം പ ഇരട്ടിക്കുന്നുണ്ട്. അടുത്ത നോക്കാം, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് തുടങ്ങിയ ഉദാഹരണങ്ങളിൽ ആവർത്തന ശബ്ദം ഏത്? കിഴക്കോട്ടേക്ക്, മേലോട്ട് തുടങ്ങിയ ഉദാഹരണങ്ങളിൽ ആവർത്തന ശബ്ദം ഏത്? തന്നിരിക്കുന്ന രണ്ട് വാക്കുകൾ ശ്രദ്ധിക്കുക. കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് തുടങ്ങിയ ഉദാഹരണങ്ങളിൽ ആവർത്തന ശബ്ദം ഏത്? കോട്ട് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ക്ക് എന്ന് ആ പദത്തിന്റെ അവസാനം നമുക്ക് കാണാം. ഇക്ക്, ഇക്ക് എന്ന് കാണാം. കിഴക്ക് എന്ന് കാണാം. ഇവിടെ അങ്ങനെ 4 ഓപ്ഷൻസുകൾ ഉണ്ട്. ഓട്ട്, ക്ക്, എക്ക്, കിഴക്ക്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് കിഴക്കോട്ടേക്ക്, ആ ഏക്ക്, മേലോട്ടേക്ക് തുടങ്ങിയ ഉദാഹരണങ്ങളാണ്. അവിടെ ഏക്ക് എന്നാണ് നമ്മൾ കാണേണ്ടത്, വരേണ്ടത്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് സി, ഏക്ക്, എക്ക് എന്നാണ്, അല്ലെ? അത് വരേണ്ടത് ഏക്ക് എന്നതാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ നമ്മള് അവിടെ എക്ക് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അത് നമുക്ക് നോക്കാം ഒന്നും കൂടെ. കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് തുടങ്ങിയ ഉദാഹരണങ്ങളിൽ ആവർത്തനം ശബ്ദം ഏതാണ്? വീണ്ടും ആവർത്തിക്കുന്ന ഏത് ശബ്ദമാണ് അവിടെ വീണ്ടും ആവർത്തിക്കുന്നതെന്നാണ്. ഓട്ട് എന്നത് അല്ല, ക്ക് എന്നതല്ല, ഇക്ക് അല്ല, ശരിക്കും അത് ഏക്ക് എന്നതാണ് ശരിയായ അതിന്റെ രൂപം. ഏക്ക് എന്നതാണ് ശരിയായിട്ട് അതിന്റെ രൂപം ഏക്ക് എന്നാണ്. ഇങ്ങനെയാണ് ആ രൂപം പറയേണ്ടത്. പക്ഷെ ഇവിടെ എക്ക് എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്, കിഴക്ക്. ഇവിടെ നമ്മൾ അതിനെ ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട്. എക്ക് ശരി ഉത്തരമായി സൂചികയിൽ കൊടുത്തിരിക്കുന്നു. എന്നാൽ ഏക്ക് എന്നാണ് ഉത്തരം വരേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? വിഭക്ത്യാഭാസം എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് ചോദ്യത്തിലെ പദങ്ങൾ. വിഭക്തി പ്രത്യയം നേരെ തെളിഞ്ഞു കാണാത്തതും എന്നാൽ വിഭക്തിയുടെ അർത്ഥം കുറിക്കുന്നതുമായ നാമരൂപങ്ങളാണ് വിഭക്ത്യാഭാസം. നമ്മൾ വിഭക്തി പഠിച്ചപ്പോൾ അത് പഠിക്കേണ്ടായി. വിഭക്തിയാണെന്ന് തോന്നും, എന്നാൽ അത് വിഭക്തിയല്ല. ഏക്ക് എന്നുള്ളതിന് കൃത്യമായ അതൊരു പ്രത്യയമാണ്. ഏക്ക്, ടുവേർഡ്സ്, ടു, വീട്ടിലേക്ക്, കാട്ടിലേക്ക്, ടുവേർഡ്സ് ദ ഹൗസ്, ടുവേർഡ്സ് ഫോറസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് കൃത്യമായിട്ടുള്ള അർത്ഥമുണ്ട് ആ ശബ്ദം. അപ്പൊ അത് ഉണ്ട്, എന്നാൽ അത് വിഭക്തി പ്രത്യയമല്ല. വിഭക്തി പ്രത്യയമല്ല. അതുകൊണ്ടാണ് അങ്ങനെ വിഭക്തി പ്രത്യയമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള പദങ്ങളെയാണ് വിഭക്ത്യാഭാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം, ഉദാഹരണം, ആവർത്തിക്കുന്ന ശബ്ദം ഏക്ക് എന്നതാണ്. നോക്കാം, അത് നമുക്ക് കുറച്ച് വാക്കുകൾ അങ്ങനെ ഉണ്ട്. വിഭക്ത്യാഭാസം സൂചിപ്പിക്കുന്ന ചില വാക്കുകളുണ്ട്. ഇവിടെ നമ്മൾ നോക്കുക. ഇവിടെ കാറ്റത്ത്, വെയിലത്ത് ആധാരികാഭാസം ആണ്, അല്ലെങ്കിൽ ആധാരികാഭാവം വിഭക്ത്യാഭാസങ്ങളിൽ ഉള്ളതാണ്. ആധാരികാഭാവം എന്നത് നമ്മൾ നോക്കുക. ഇവിടെ കാറ്റത്ത്, വെയിലത്ത്, അല്ലെ? ഇവിടെ അതെന്താ? ഉ എന്നതാണ്. കാറ്റത്ത്, വെയിലത്ത്, ഉ ആണ് അതിന്റെ പ്രത്യയം. ആധാരികയുടെ അവിഭക്തി പ്രത്യയം എന്ന് പറഞ്ഞാൽ ഇൽ എന്നും കൽ എന്നും ആണ്. കാറ്റത്ത്, കാറ്റിൽ, വെയിലത്ത്, വെയിലിൽ എന്നൊക്കെ അർത്ഥമാണ്, അല്ലെ? കാറ്റത്ത് ഇരിക്കുന്നു, കാറ്റിൽ എന്നുള്ള അർത്ഥത്തിലാണ്. ഇൽ എന്നാണ് അതിന്റെ അർത്ഥം വരിക. കാറ്റത്ത്, വെയിലത്ത്. അടുത്തത് കാട്ടിലെ, നാട്ടിലെ ആധാരികാഭാസമാണത്. പ്രത്യയം എ എന്നതാണ്, അല്ലെ? അതിന്റെ പ്രത്യയം എ എന്നതാണ്. മുകളിലേക്ക്,
നാട്ടിലേക്ക് നോക്കുക. ഏക്ക് എന്നത് ഉദ്ദേശികാഭാസം ആണ്. പ്രത്യയം ഏക്ക് എന്നതാണ്. ഏക്ക് ഉദ്ദേശികാഭാസമാണ്. മുകളിലേക്ക്, നാട്ടിലേക്ക് എന്നത് ഏക്ക് എന്നുള്ളത് ഉദ്ദേശികാഭാസമാണ്. ഭക്തിയാഭാസത്തിൽ പെട്ടതാണ്. താഴോട്ട്, മുകളിലോട്ട് അത് സംയോജികാഭാസമാണ്. പ്രത്യയം ഉ ആണ്. താഴോട്ട്, മുകളിലോട്ട് ഉ എന്നതാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. വേദവാക്യം എന്ന ശൈലി കൊണ്ട് എന്നാണ് അവിടെ ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? വേദവാക്യം. ഓപ്ഷൻ എ വേദത്തിലെ വാക്യം, വിശുദ്ധമായ വാക്യം, അലംഘനീയമായ അഭിപ്രായം, ഇവയൊന്നുമല്ല. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് നിന്റെ വേദവാക്യം എനിക്ക് കേൾക്കാൻ മനസ്സില്ല എന്ന ശൈലിയാണ്. വാക്യത്തിന്റെ അർത്ഥമല്ല ചോദിച്ചിരിക്കുന്നത്. എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നാണ്. നിന്റെ വേദവാക്യം വിശുദ്ധമായ വാക്യം എന്നതാണ് അതിന്റെ ശരിയായ അർത്ഥം. വിശുദ്ധമായ വാക്യം. വേദം ശുദ്ധമായതുകൊണ്ട് വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്ന വിശുദ്ധമായ വാക്യം എന്നാണ്. അതിന്റെ വാക്യാർത്ഥം എന്നെന്ന് ചോദിച്ചാൽ വേദത്തിലെ വാക്യം എന്നാണ്. വേദവാക്യം എന്ന പദത്തിന്റെ വാക്യാർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, വാച്യാർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ വേദത്തിലെ വാക്യം എന്നാണ്. പക്ഷെ അത് ഒരു ശൈലിയായി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അവന്റെ ഒരു വേദവാക്യം അല്ലെങ്കിൽ നിന്റെ വേദവാക്യം ഞാൻ ചെവിക്കൊള്ളുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ആ വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് വിശുദ്ധമായ വാക്യം എന്ന അർത്ഥമാണ്. അടുത്തത് കുറച്ച് ശൈലികൾ കൂടി നമുക്ക് ഇവിടെ പരിചയപ്പെടാം. മലയാളത്തിലെ ശൈലികൾ, നമ്മൾ ഭാഷ ഉപയോഗിക്കുമ്പോൾ ശൈലികൾ ധാരാളം ഉപയോഗിക്കാറുണ്ട് സംസാരത്തിൽ. ഏത് ഭാഷയിലും അങ്ങനെയുള്ള ശൈലികളുണ്ട്. അങ്ങനെയുള്ള ശൈലികളിൽ ചിലത് നമുക്കൊന്ന് പരിചയപ്പെടാം. വേപ്പെണ്ണ കുടിക്കുക. വേപ്പ് എണ്ണ കുടിക്കുക. വേപ്പെണ്ണ കുടിച്ച പോലെയായി എന്ന് പറഞ്ഞാൽ വെറുപ്പുണ്ടാക്കുക എന്ന അർത്ഥത്തിലാണ്. വെറുപ്പ് അല്ലെങ്കിൽ ഒരു ജുഗുപ്സ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് വേപ്പെണ്ണ. കഴിക്കാൻ പ്രയാസമുണ്ടാക്കുന്ന, വെറുപ്പുണ്ടാക്കുന്ന ഒന്നായതുകൊണ്ട് എനിക്ക് അവന്റെ ആ സംസാരം വേപ്പെണ്ണ അല്ലെങ്കിൽ അവന്റെ സ്വഭാവം വേപ്പെണ്ണ കുടിച്ച പോലെയായി, പെരുമാറ്റം വേപ്പെണ്ണ കുടിച്ച പോലെയായി എന്നൊക്കെ വെറുപ്പുണ്ടാക്കുക എന്ന അർത്ഥത്തിലാണ്, ശൈലിയിലാണ് അത് ഉപയോഗിക്കുന്നത്. വേലി വിളവ് തിന്നുക എന്ന മറ്റൊരു ശൈലിയുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? വിശ്വാസവഞ്ചന കാട്ടുക അല്ലെ? വിളവിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് വേലി. ആ വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറഞ്ഞാൽ കൂടെ നിന്ന് വിശ്വാസവഞ്ചന കാണിക്കുന്നതിനെയാണ് വേലി വിളവ് തിന്നുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് വേരൂന്നുക. അത് വളരെ വ്യാപകമായി ധാരാളമായി ആ ശൈലി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ സംസാരത്തില് ഇല്ലേ? ചില സ്വഭാവങ്ങൾ എന്നിൽ വേരൂന്നിയിരിക്കുകയാണ് അല്ലെങ്കിൽ അവരിൽ വേരൂന്നുകയാണ്. വിശ്വാസത്തിന്റെ സങ്കല്പം ഓരോ മനസ്സിലും വേരൂന്നുകയാണ്. വേരൂന്നുക ഉറയ്ക്കുക എന്ന ശൈലിയാണ്. വേര് താഴേക്ക് പോയി ഉറയ്ക്കുമ്പോഴാണല്ലേ ആ ചെടി എന്താവുന്നത്? ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് വേരൂന്നുക എന്ന ശൈലിക്ക് ഉറയ്ക്കുക എന്ന അർത്ഥം കൂടി കിട്ടിയത്. ഇനി അടുത്തത് പര്യായ പദങ്ങളാണ്. പര്യായം എന്ന് പറഞ്ഞാൽ ഒരു പദത്തിന് ഒരേ അർത്ഥമുള്ള പല പദങ്ങളുണ്ടാകും. ഒരേ അർത്ഥമാണ്, പക്ഷെ വ്യത്യസ്ത പദങ്ങൾ, വ്യത്യസ്ത വാക്കുകൾ ഉണ്ടാവും. അതിനെയാണ് പര്യായം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് മരം എന്ന ഒരു വാക്ക്, ആ വാക്കിന്റെ അർത്ഥത്തിന് മാറ്റം ഉണ്ടാവില്ല, പക്ഷെ പദങ്ങൾ അനേകമുണ്ട്, വ്യത്യസ്ത വാക്കുകൾ. തരു, വൃക്ഷം, പാദപം, ആ വാക്കുകൾക്കൊക്കെ വാക്കിൻ്റെതാ വാച്യാർത്ഥമുണ്ട്, വാക്കിന്റെ അർത്ഥമുണ്ട്. പക്ഷെ ഒരേ അർത്ഥം തന്നെയാണ്, വിവിധമായ വാക്കുകളാണ്. അങ്ങനെ ഉള്ള ഒന്നിനെയാണ് നമ്മൾ പര്യായം എന്ന് പറയുന്നത്. ഇവിടെ 4ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ ഓളത്തിന്റെ പര്യായം അല്ലാത്തത്. ഓളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വേവ് എന്നുള്ളതാണ് അല്ലെ? ഓളം എന്ന് വെച്ചാൽ വേവ് എന്നാണ്. വേവ് അതിന്റെ പര്യായം അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കും.
ഭംഗം, ഭംഗം എന്ന് വെച്ചാൽ മുറിഞ്ഞത് എന്നാണ് അർത്ഥം. തരംഗം, തരംഗം എന്നാൽ ഓളം എന്ന് തന്നെയാണ് അർത്ഥം. വീചി എന്നാലും ഓളം എന്ന് തന്നെയാണ് അർത്ഥം. ആളം എന്നാലും ഓളം, ആളം എന്നാലും നമുക്ക് അർത്ഥം പ്രത്യേകിച്ച് അർത്ഥമില്ല. അടുത്തത് നമുക്ക് നോക്കാം. താഴെ പറയുന്നതിൽ ഓളത്തിന്റെ പര്യായമല്ലാത്തത് ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്നത് ഭംഗം എന്ന വാക്കാണ്. ഭംഗം എന്ന് വെച്ചാൽ മുറിഞ്ഞത് എന്ന അർത്ഥത്തിലാണ്. ഭംഗം എന്ന വാക്കിനെയാണ് നമുക്ക് ഓളം എന്ന വാക്കിന്റെ പര്യായം അല്ലാത്തത് പറയും. ബാക്കിയൊക്കെ നമുക്ക് അതിനോട് ചേർത്ത് പറയാവുന്നതാണ്. നമുക്ക് നോക്കാം, ചില വാക്കുകൾ അവിടെ നൽകിയിട്ടുണ്ട്. അടുത്തത് 5, ശരിയായ പദം തിരിച്ചറിയുക. പദങ്ങൾ, പദശുദ്ധി. മലയാള ഭാഷയിൽ പല പദങ്ങളും ഉച്ചാരണത്തിന്റെ അവ്യക്തത കൊണ്ട് തെറ്റായി തീർന്നിട്ടുണ്ട്. ആ തെറ്റ് പലരും ആവർത്തിച്ചതുകൊണ്ട് പലരും അത് ശരിയാണെന്ന് ധരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ പല പദങ്ങളും അങ്ങനെയല്ല. ആ പദത്തിന് ശരിയായ തനിമയാർന്ന ഉച്ചാരണവും അതുപോലെ തന്നെ തനിമയാർന്ന അക്ഷരങ്ങളുമുണ്ട്. അവ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ആ പദം തെറ്റും, അർത്ഥത്തിന് വ്യത്യാസവും വരും. അങ്ങനെ നമുക്ക് 4 പദങ്ങൾ തന്നിട്ടുണ്ട്. നോക്കുക. അസ്തമയം എന്ന ഒരു പദം ഉണ്ട്. അസ്തമനം, അസ്തമാനം, അസ്താമയം. ഇങ്ങനെ 4 ഉത്തരങ്ങളാണ്, 4 ചോയ്സുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ശരിയായ പദം ഏത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മളെപ്പോഴും വ്യാപകമായി അസ്തമയം കാണുക എന്ന് പറയാറുണ്ട്. പിന്നെ അസ്തമനം ഉണ്ട്, അസ്തമാനം എന്നുണ്ട്, അസ്താമയം എന്നുണ്ട്. ഇങ്ങനെ 4 തരത്തില് നമ്മൾ ചോയ്സ് നൽകിയിട്ടുണ്ട്. ഈ 4-ല് ഏത് പദമാണ് ശരി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിയായ പദം അസ്തമനം എന്ന പദം ആണ്. ശരിയായ പദം അസ്തമനം എന്ന പദമാണ്. തെറ്റാൻ പാടില്ല. അസ്തമനം എന്ന പദം ആണ് ശരിയായ പദം. അസ്തമനം എന്ന പദം ആണ് ശരിയായ പദം. അസ്തമനം എന്ന പദം തന്നെയാണ് ശരിയായ പദം. അടുത്തത് ചില വാക്കുകളുണ്ട് തെറ്റി പോകാവുന്ന, തെറ്റായി ഉച്ചരിച്ചു പോയ ശരി എന്ന് തോന്നുന്ന ചില പദങ്ങളാണ്. അധമം, അധമം ഇത് തെറ്റാണ് ഇങ്ങനെ എഴുതുന്നത്. അധമം എന്നുള്ളത് ഇതാണ് ശരി. അനാവശ്യം എന്ന വാക്കുണ്ട്. അനാവശ്യമല്ല, അനാവശ്യം എന്നതാണ് ശരി. അവസ്ഥ ആണ് ഇവിടെ എഴുതുന്നത്. ഇത് തെറ്റാണ്. അവസ്ഥ എന്നതാണ് ശരി. അപ്പോൾ ഈ വാക്കുകൾ പലപ്പോഴും നമുക്ക് തെറ്റാറുണ്ട്. ഉച്ചാരണ ഭേദം കൊണ്ട് തെറ്റ് വന്ന് സംഭവിച്ചു പോകുന്നതാണ്. പക്ഷെ ആ തെറ്റ് പലർ ആവർത്തിക്കുമ്പോൾ അത് ശരിയെന്ന് നമ്മൾ ധരിച്ച് അത് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് ശരിയല്ല. ഭാഷാപരമായി കൃത്യമായ പദം, കൃത്യമായ അക്ഷരം തന്നെ ഉപയോഗിക്കണം എന്നതാണ്. അധമം എന്നത് രണ്ടാമത്തതാണ് ശരി. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതാണ് ശരി. അനാവശ്യം, അനാവശ്യമല്ല, അനാവശ്യം ആണ് ശരി. അവസ്ഥ അല്ല, അവസ്ഥ ആണ് ശരി. അടുത്തത് ഒരു വാക്യം ആണ്. ആ വാക്യത്തിൽ നമ്മൾ ചിലപ്പോൾ ചില വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. വാക്യത്തിന് അനുയോജ്യമായ അർത്ഥത്തെ നൽകുന്ന പദങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് വാക്യം എന്താ ആവുന്നത്, അർത്ഥസമ്പൂർണമാകുന്നത്, അല്ലെങ്കിൽ അർത്ഥത്തെ നിവേദിക്കാൻ ആ വാക്കിന് കഴിവ് വരുന്നത്. നോക്കാം, ആ വാക്യം ഏതാണെന്ന് നോക്കാം. സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് ഡാഷ്. ഇതാണ് ചോദ്യം. അപ്പോ സ്വന്തം ജീവിതത്തിൽ പാലിക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് പാലിക്കണം എന്ന് പറയുകയും നിർബന്ധം പിടിക്കുന്നതിനെയും നമുക്ക് എന്താ പറയുക? വിരോധാഭാസം എന്നാണോ പറയേണ്ടത്? വൈരുദ്ധ്യം എന്നാണോ പറയേണ്ടത്? വിരോധം ആണ് എന്നാണോ? വിരുദ്ധമാണ് എന്നാണോ? നമുക്ക് ആ വാക്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും അല്ലെ? സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് വിരുദ്ധമാണെന്ന് പറയാൻ പറ്റില്ല അല്ലെ? വിരുദ്ധമാണെന്ന് പറയാൻ പറ്റില്ല. വിരോധമാണ് എന്ന് പറയാനും പറ്റില്ല.
വൈരുദ്ധ്യമാണ് എന്നും പറയാൻ പറ്റില്ല. വിരോധാഭാസമാണ് എന്ന് പറയാം. വിരോധാഭാസം എന്ന് വെച്ചാൽ വിരോധം എന്ന് തോന്നിക്കുന്നതെന്നാണ്. വൈരുദ്ധ്യമാണ്. രണ്ടും രണ്ട് എന്നുള്ള അർത്ഥം. വിരോധാഭാസം എന്ന് പറഞ്ഞാൽ അത് പറയാറില്ല, അത് പറയുന്നത് ശരിയാണ്. നമ്മൾ പലപ്പോഴും ഈ വാക്കുകളാണ് ഉപയോഗിക്കുക. വിരോധാഭാസം വെച്ചാൽ വിരോധം എന്ന് തോന്നിക്കുന്നതാണ് എന്നാണ്. വിരോധം എന്ന് പ്രകാശിക്കുന്നതാണ്, അതല്ല ശരിക്കും. വിരോധാഭാസം എന്നല്ല പറയാ, അത് വൈരുദ്ധ്യമാണ്. രണ്ടും രണ്ടായിട്ട് ഉള്ളതാണ്. അതുകൊണ്ട് ശരി ഉത്തരം വൈരുദ്ധ്യമാണ്. സുജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകൻ കുട്ടികളോട് അച്ചടക്കത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് വൈരുദ്ധ്യമാണ്. രണ്ട് അവസ്ഥയാണ്. കാരണം സ്വയം പാലിക്കുന്നുമില്ല, മറ്റുള്ളവർ പാലിക്കണം നിർബന്ധം പിടിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് വിരോധാഭാസം എന്ന് പറയരുത്, അത് വൈരുദ്ധ്യം എന്നതാണ് ശരി ഉത്തരം. വൈരുദ്ധ്യം ആണ്. ഇതുപോലെ ചില വാക്കുകളുണ്ട്. വാക്കുകൾക്ക് തനതായിട്ടുള്ള സ്വഭാവം നഷ്ടപ്പെട്ട, അല്ലെ, നമ്മൾ നിത്യ ഉപയോഗത്തിൽ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ശൈലി നഷ്ടപ്പെട്ട ചില പദങ്ങളുണ്ട്. അതിലൊന്നാണ് ഒരുപോലെ. അവർ ഒരുപോലെയാണ് എന്നല്ല പറയുക, ഒന്നുപോലെ എന്നാണ് അതിന്റെ ശരിയായ പ്രയോഗം. ഒന്നുപോലെ എന്നതാണ് ശരിയായ പ്രയോഗം. രാജകൊട്ടാരം അല്ല, രാജകൊട്ടാരം എന്നാണ്. അവിടെ സന്ധി നിയമങ്ങളൊന്നും ബാധകമല്ല, സന്ധി ചെയ്യുന്നില്ല. ഒരു പദങ്ങളായിട്ടും അത് സന്ധി ചെയ്യുന്നില്ല. അതുകൊണ്ട് അവിടെ നമ്മൾ ഇരട്ടിക്കേണ്ട കാര്യം ഇല്ല. അവിടെ രാജകൊട്ടാരം എന്ന് തന്നെയാണ് എഴുതേണ്ടത്. അവിടെ സന്ധി ഒന്നുമില്ല. രാജഗൃഹം, രാജകൊട്ടാരം എന്ന് നമ്മൾ പറയാറില്ല. രാജകൊട്ടാരം എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് രാജഗൃഹം എന്ന് പറയാം. കൊട്ടാരം എന്നും പറയാറുണ്ട്, പക്ഷെ രാജഗൃഹം എന്നതാണ് കുറച്ചും കൂടെ ഉചിതമായതും ശരിയായതും. അടുത്തത് വളരെ വ്യാപകമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് സാധാരണയായി. നമ്മൾ പറയാറുണ്ട് സാധാരണയായി കണ്ടുവരുന്ന, സാധാരണമായി, സാധാരണയായി അല്ല, ആയി അല്ല, സാധാരണം ആയി. കാരണം സാധാരണം പ്ലസ് ആയി എന്നതാണ്. സാധാരണം പ്ലസ് ആയി എന്നുള്ളത് അതൊരു പാസ്റ്റ് ടെൻസ് വാക്കാണ്. ആയി എന്നുള്ളത് ഒയി, ആയി എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഭൂതകാല വാചിയാണ്. അതെങ്ങനെയാണ് മായി എന്ന് വന്നത്? സാധാരണം എന്നതാണ് ആ വാക്ക്. സാധാരണം പ്ലസ് ആയി എന്നതാണ്. ഈ എന്താ സംഭവിക്കുന്നത്? മായായിട്ട് മാറും, സാധാരണമായി. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം സാധാരണമായി എന്നതാണ്. സാധാരണയായി എന്നുള്ളതല്ല, അത് തെറ്റാണ്. സാധാരണമായി എന്ന് നമ്മൾ ഉപയോഗിക്കണം. അടുത്ത നോക്കുക. വീണ്ടും ഒരു പിരിച്ചെഴുത്ത് ആണ്. ഇവിടെ സന്ധി നിയമമാണ് വിഷയമാകുന്നത്. മരങ്ങൾ എന്നത് എങ്ങനെ പിരിച്ചെഴുതാം എന്നാണ് ചോദിക്കുന്നത്. മരം അധികം കൾ, മര അധികം കൾ, മരം അധികം ങ്ങൾ. ഇത് ശരിക്കും നമ്മൾ നോക്കിയാൽ ഇവിടെ അനുസ്വാരം ഉണ്ട്, ശബ്ദമുണ്ട്. മകാരം താൻ, അനുസ്വാരം മകാരം താൻ, അനുസ്വാരം സ്വരം ചേർന്നാൽ തെളിഞ്ഞിടും എന്നാണ്. ഇവിടെ ഒരു സ്വരാക്ഷരമാണെങ്കിൽ അത് മാ എന്ന് വന്നേന്. പക്ഷെ അതിന് പകരം ഇവിടെ അനുനാസികം ആണ് വന്നത്. അതാതിൻ പഞ്ചമം വരും എന്നാണ് മകാരം. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്നതിന് ശേഷം വ്യഞ്ജനാക്ഷരമാണെങ്കിൽ ആ വ്യഞ്ജനാക്ഷരത്തിന്റെ പഞ്ചമം, അഞ്ചാമത്തേത് കാഖ ഗാഖ ങ, അല്ലെ, പഞ്ചമം, അതാതിന്റെ പഞ്ചമം വരിക. മരം പ്ലസ് കൾ, അങ്ങനെയാണ് മരങ്ങൾ ആയത്, അല്ലെ. മരങ്ങൾ എന്ന് വന്നതിന്റെ കാരണം ഈ കായുടെ പഞ്ചമം വരും. അപ്പൊ ഈ അനുസ്വാരത്തിന് ശേഷം ഒരു വ്യഞ്ജനാക്ഷരമാണെങ്കിൽ ആ വ്യഞ്ജനത്തിന്റെ അഞ്ചാമത്തെ, 5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾ 5 ആയിട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത്, അല്ലെ. ക, ഖ, ഗ, ഖ, ങ, ച, ഛ, ജ, ഛ, ഞ. ഇപ്പൊ ചായയുടെ പഞ്ചമം എന്ന് പറയുമ്പോൾ ച, ഛ, ജ, ഛ, ഞ. ഇവിടെ കായുടെ പഞ്ചമം ഏതാണ്? ങായാണ്. ക, ഖ, ഗ, ഖ, ങ. അത് ഇരട്ടിച്ചു വരും.
അല്ലെ? മരം പ്ലസ് കൾ മരങ്ങൾ എന്ന് വന്ന് അതുതന്നെ. അതാണ് ശരിയായ ഉത്തരം. മരം പ്ലസ് കൾ മരങ്ങൾ എന്നാണ്. മര അധികം കൾ മരകൾ എന്നേ ആവുള്ളൂ. ഇത് തെറ്റാണ്. മരമ് പ്ലസ് ങ്ങൾ അല്ല, മരമുകൾ എന്ന് വരും. അതും തെറ്റാണ്. പിന്നെ ഡി എന്താന്ന് നോക്കാം നമുക്ക്. മരങ്ങ് പ്ലസ് അൾ, അതും ശരിയല്ല, അതും തെറ്റാണ്. ഇവിടെ നോക്കുക, കുറച്ച് വാക്കുകൾ നമുക്ക് വേറെയും തന്നിട്ടുണ്ട്. ധനവും എന്നത് ധനം പ്ലസ് ആ എന്നുള്ളത് അവിടെ നിപാതമാണ്, അല്ലെ? നിപാതമാണ്, മറ്റൊന്നിനോട് ചേർക്കുക ആ പദത്തെ. ധനവും ധാന്യവും ആൻഡ് എന്നുള്ളതാണ്. അവിടെ ചേർക്കുന്നത് ആൻഡ് എന്നുള്ള എന്റെ അർത്ഥത്തിലാണ്. ധനവും ധാന്യവും. ഞാനും നീയും, ഐ ആൻഡ് യു എന്ന് നമ്മൾ പറയുന്നത് അവിടെ അങ്ങനെയാണ്. അവിടെ നമ്മൾ ഈ പറയുന്ന പോലെ ധനങ്ങൾ എന്ന് വരില്ല. ധനം പ്ലസ് ധനവും എന്നാണ് വരിക. അവിടെ ധനവും എന്ന് വരുമ്പോൾ അവിടെ വകാരം ആഗമിക്കുകയാണ്. വകാരം ആഗമിക്കുന്ന ആഗമസന്ധിയാണ്. അടുത്തത് കോ പ്ലസ് ഇൽ, കോവിൽ എന്നാണ്. ഇവിടെ നോക്കുക, നമ്മള് കോ പ്ലസ് ഇൽ കോവിൽ എന്നാണ് വരിക. ഇവിടെ ധനം പ്ലസ് ധനവും. അവിടെയും ഒരു വാ വന്നു, ഇവിടെയും ഒരു വാ വന്നു. ഇത് രണ്ടും ആഗമിക്കുകയാണ്. വകാരാഗമം, അല്ലെ? വകാരം ആഗമിക്കുകയാണ്. അതുകൊണ്ട് അതിനെ രണ്ട് ആഗമ സന്ധി എന്ന് പറയാം. അടുത്തത് നോക്കുക, നീനാൾ എന്ന പദമാണ്. നീനാൾ. നീൽ പ്ലസ് നാൾ എന്തായി? അവിടെ നീനാൾ എന്ന പദം ആയി, അല്ലെ? നോക്കിയേ, അവിടെ നീൻ പ്ലസ് നാൾ അല്ല, നീൽ പ്ലസ് നാൾ ആണ് നീ നാൾ എന്നായത്. ന എന്ന അല്ലെ? ന എന്ന് തോന്നുന്നു. നീൽ പ്ലസ് നാൾ, നീനാൾ എന്ന വാക്ക് അങ്ങനെയാണ്. നീനാൾ എന്നല്ല വരിക, നീനാൾ എന്ന വാക്കാണ് അവിടെ സംഭവിക്കുക. നീനാൾ എന്നാണ് വരിക. അടുത്തത് വട്ടം അധികം പലക. വട്ട അധികം പലക എന്നതാണ് അടുത്ത ഒരു പദം ചേരേണ്ടതാണ്. രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുകയാണ്. ഇവിടെയും സന്ധി നിയമങ്ങളാണ് വരുന്നത്. വട്ടം പ്ലസ് പലക, വട്ടപ്പലക, വട്ടാപ്പലക, വട്ടാമ്പലക, ഇവയൊന്നുമല്ല. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ്. വട്ടപ്പലക, വട്ടം പ്ലസ് പലക, വട്ടം പല. മരം പ്ലസ് പലക, മരപ്പലക. മരം പ്ലസ് പലക എങ്ങനെയാ വരിക എന്ന് എഴുതി നോക്കാം. മരം അധികം പലക, എങ്ങനെ ഒരു മരപ്പലക, അല്ലെ? മരപ്പലക. അതുപോലെ തന്നെയാണ് വട്ടം പ്ലസ് പലക. എന്താ അത്? വട്ട പലക. അവിടെ ദ്വിത്വ സന്ധി ആണ് വരുന്നത്. രണ്ടാമത്തെ പദത്തിന്റെ ആദിയിലിരിക്കുന്ന വ്യഞ്ജനം ഇരട്ടിക്കും. കാരണം വിശേഷണ വിശേഷ്യങ്ങൾ പൂർവോത്തര പദങ്ങളായി വരുമ്പോൾ പദത്തിന്റെ രണ്ടാമതിരിക്കുന്ന പദത്തിന്റെ ആദ്യം ഇരിക്കുന്ന അക്ഷരം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധിയുടെ വ്യവസ്ഥ. ഇപ്പൊ വട്ടം എന്നുള്ളത് വിശേഷണമാണ്, അല്ലെ? ആ പലകയുടെ വിശേഷണമാണ്. പലക എങ്ങനെയായിരിക്കുന്നത്? വട്ടം. വിശേഷണ വിശേഷ്യങ്ങൾ പൂർവ്വ ഉത്തര പദങ്ങളായി വന്നാൽ, പൂർവ്വം എന്ന് വെച്ചാൽ മുൻപിലിരിക്കുന്നത്, ഉത്തരം രണ്ടാമതിരിക്കുന്നത്. വിശേഷണ വിശേഷ്യങ്ങൾ അങ്ങനെ വന്നാൽ, വിശേഷണ വിശേഷ്യങ്ങൾ പൂർവോത്തര പദങ്ങളായി വന്നാൽ രണ്ടാമതിരിക്കുന്ന രണ്ടാമതിരിക്കുന്ന പദത്തിന്റെ ആദിയിലിരിക്കുന്ന വർണ്ണം ഇരട്ടിക്കും. അങ്ങനെയാണ് വട്ടം പ്ലസ് പലക, വട്ടപ്പലക എന്നായത്. മരം പ്ലസ് പലക, മരപ്പലക. ആ പലകയുടെ വിശേഷണമാണ്, മരം ആണ്. മരം കൊണ്ടുള്ള പലകയാണ്. അതുകൊണ്ടാണ് മരപ്പലക എന്ന ഇരട്ടിച്ചത്. അപ്പൊ ഇവിടെ ദ്വിത്വസന്ധിയാണ് ഇവിടെ വരുന്നത്. അത് ആ സന്ധി തന്നെ വീണ്ടും ഇവിടെ വരുന്നത് കാണാം. മരം പ്ലസ് കൊത്തി, മരംകൊത്തി. മരം പ്ലസ് കൊത്തി, മരംകൊത്തി.
മരവൂരി, മരം മരം മരവുരി എന്നാണ്. മരം പ്ലസ് ഉരി മരവുരി, അവിടെ വകാരം വന്നു. മലമ്പാമ്പ്, മല അധികം പാമ്പ്, മലമ്പാമ്പ് മലമ്പാമ്പ്. മ പ്ലസ് പ ഇമ്പ, ആ ഇമ്പ എന്ന അക്ഷരം ഉണ്ടാവുന്നത് മ അധികം പ എന്നതാണ് അല്ലെ. അതാണ് നമ്മുടെ ഈ കൂട്ടക്ഷരമായ ഇമ്പ എന്നത്. മലം മല അധികം പാമ്പ്, മല അധികം പാമ്പ്, മലമ്പാമ്പ് എന്ന് വന്നു. അത് നോക്കുക, കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചനപ്രത്യയം ഏത്? വചനപ്രത്യയം എന്ന് പറയുന്നത് ബഹുവചനം, ഏകവചനം, ബഹുവചനം എന്നതാണ് നമ്മുടെ സിംഗുലർ ആൻഡ് പ്ലൂറൽ എന്നതിനെയാണ് വചനം കൊണ്ട് അർത്ഥമാക്കുന്നത്. ആ കുഞ്ഞുങ്ങൾ എന്നതിലെ എന്ന പദത്തിലെ വചനപ്രത്യയം ഏതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. കുഞ്ഞുങ്ങൾ നമുക്ക് ഒന്ന് എഴുതി നോക്കാം. കുഞ്ഞ് പ്ലസ് കൾ, ഇതാണ് കുഞ്ഞ് പ്ലസ് കള്ളാണ് കുഞ്ഞുങ്ങൾ എന്ന് വരുന്നത്. കുഞ്ഞ് പ്ലസ് കൾ ആണ് കുഞ്ഞുങ്ങൾ എന്ന് വരുന്നത്. നോക്കാം, എ ഉൻ എന്നതാണ്, ബി കൽ എന്നതാണ്, സി ഉ ഇവയൊന്നുമല്ല. ഇങ്ങനെ 4 വന്നിട്ടുള്ളത്. അതില് കുഞ്ഞുങ്ങൾ എന്ന പദത്തിന്റെ വചനപ്രത്യയം, കുഞ്ഞുങ്ങൾ ഒരു കുഞ്ഞല്ല ഒന്നിലധികം കുഞ്ഞ് എന്ന് സൂചിപ്പിക്കുന്നതാണ്, ബഹുവചനമാണ്, ബഹുവചന പ്രത്യയമാണ്, കൽ എന്നതാണ് അല്ലെ. കുഞ്ഞുങ്ങൾ, കുട്ടികൾ, പെൺകുട്ടികൾ, ആൺകുട്ടികൾ. അപ്പൊ അവിടെ കൽ എന്ന മാങ്ങകൾ, തേങ്ങകൾ എന്നൊക്കെ പറയുന്നത് അവിടെ കൽ എന്നത് ബഹുവചന പ്രത്യയമാണ്. അവിടെ കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചനപ്രത്യയം കൽ എന്നതാണ്. അപ്പൊ അത് കൽ ആണ് ശരിയായ ഉത്തരം. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. നമുക്ക് കുറച്ച് വാക്കുകൾ കൂടി, കുറച്ച് പ്രത്യയങ്ങൾ കൂടിയുണ്ട്. മനുഷ്യർ എന്നതിലെ പ്രത്യയം ഏതാണ്? അർ എന്നതാണ്. അർ എന്നതാണ് അവിടെ പ്രത്യയം. ദേവന്മാർ, ദേവന്മാർ എന്നത് പ്രത്യയം മാ എന്നതാണ്. മരങ്ങൾ, മരം പ്ലസ് കൽ ആണ്, മരം പ്ലസ് കൽ ആണ് മരങ്ങൾ എന്നായി വരുന്നത്. അർ മാർ കൽ. അർ, ഈ അർ എന്നുള്ളത് പലപ്പോഴും നമുക്ക് നപുംസക പ്രത്യയമായിട്ട് വരാറുണ്ട്. പിന്നെ മാർ എന്നത് ബഹുവചന പ്രത്യയമാണ്. കൽ എന്നതും ബഹുവചന പ്രത്യയമാണ്. അമ്മമാർ, പങ്ങന്മാർ എന്നൊക്കെ നമ്മൾ പങ്ങന്മാർ, അമ്മമാർ എന്നൊക്കെയുള്ള മാർ എന്നതും ബഹുവചന പ്രത്യയമാണ്. കൽ എന്നതും നപുംസക പ്രത്യയമായിട്ട് വരാറുണ്ട്. കൽ എന്നതും. മരങ്ങൾ, കല്ലുകൾ, മാങ്ങകൾ, തേങ്ങകൾ അല്ലെ. ജീവനില്ലാത്തതായ വസ്തുക്കളെ നപുംസകം എന്ന വിഭാഗത്തിലാണ്, ലിംഗ വ്യവസ്ഥയിലാണ് പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ മുന്നത്തെ ക്ലാസ് ശ്രദ്ധിച്ചാൽ അറിയാം, ജീവനില്ലാത്തവയും ജീവനുള്ളവയും ഇങ്ങനെ 2 വിഭാഗങ്ങളിലാണ്. ജീവനുള്ളവയിൽ സ്ത്രീലിംഗം എന്നും പുല്ലിംഗം എന്നും, ജീവനില്ലാത്തവയെ നപുംസക ലിംഗം എന്നും ഉള്ള വിഭാഗത്തിലാണ് ഭാഷയിൽ ലിംഗവ്യവസ്ഥ നടത്തിയിട്ടുള്ളത്. അതിൽ കൽ എന്നത് നമുക്ക് അറിയുന്നത് പോലെ അത് നപുംസകലിംഗ പ്രത്യയം കൂടിയാണ്. അതാണ് കൽ. ഒരു ചോദ്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ശരിയായ വാക്യം കണ്ടെത്തുക എന്നതാണ് ചോദ്യത്തിന്റെ അവിടെ. കണ്ടെത്തുക, ഒരു അക്ഷരം അവിടെ വിട്ടുപോയിട്ടുണ്ട്. ശരിയായ വാക്യം കണ്ടെത്തുക. അപ്പൊ വാക്യത്തിൽ എന്ത് സംഭവിക്കും? വാക്യത്തില് പല വിധത്തിലുള്ള തെറ്റുകൾ സംഭവിക്കാം. അതായത് ഒരു ഏറ്റവും വലിയ തെറ്റ്, ഒരേ അർത്ഥത്തിലുള്ള വാക്കുകൾ ആവർത്തിച്ച് ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. അതിനെ നമ്മൾ പറയുന്നത് പൗനരുക്ത്യം, പുനരുക്തി എന്നതാണ്. വീണ്ടും പറയുക. ഒരേ അർത്ഥത്തിലുള്ള പദം വേറിട്ട പദം ഉപയോഗിക്കുക. ഒരേ അർത്ഥമാണ്, പക്ഷെ വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗിക്കുക. പിന്നെയോ ചിഹ്നങ്ങൾ കൃത്യമായി ഉപയോഗിക്കാതിരിക്കുക അല്ലെ. ഇതൊക്കെ വാക്യത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങളാണ്. അതുപോലെ തന്നെ ശബ്ദങ്ങൾക്കുണ്ടാവുന്ന ദോഷം, അക്ഷരങ്ങൾ തെറ്റി എഴുതുന്നത്, അതൊക്കെ വാക്യദോഷത്തിൽ വരും. അപ്പൊ ഇവിടെ ശരിയായ വാക്യം കണ്ടെത്തുക എന്നാണ് നമ്മുടെ ചോദ്യം. 4 ചോയ്സുകൾ നമുക്ക് തന്നിട്ടുണ്ട്. നോക്കാം. എ എന്ന ചോയ്സ്, വരനും വധുവും തമ്മിൽ മാലയിട്ടു.
വരനും വധുവും അന്യോന്യം വിവാഹിതരായി. വരനും വധുവും തമ്മിൽ വിവാഹിതരായി. വരനും വധുവും അന്യോന്യം തമ്മിൽ വിവാഹിതരായി. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ചില വാക്കുകൾ ഇങ്ങനെ ആവർത്തിക്കുന്നത് കാണാം. അവിടെയൊക്കെ നമുക്ക് എന്തോ ഒരു അസ്വാഭാവികമായ തോന്നാം. തമ്മിൽ, അന്യോന്യം, തമ്മിൽ, അന്യോന്യം, തമ്മിൽ, ഇങ്ങനെ. അപ്പൊ ഇവിടെ ആ ഡി തന്നെ നമുക്ക് നോക്കാം. ആ ഡി എന്ന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാൻ പറ്റും. ആ ഡിയില് ഈ രണ്ട് വാക്കുകളും കടന്നു വന്നിട്ടുണ്ട് അല്ലെ? രണ്ട് വാക്കുകളും കടന്നു വന്നിട്ടുണ്ട്. രണ്ട് വാക്കുകളും കടന്നു വന്നിട്ടുണ്ട് ഇവിടെ. ഏതൊക്കെയാ രണ്ട് വാക്കുകൾ? അന്യോന്യം എന്ന വാക്കും തമ്മിൽ എന്ന വാക്കും. രണ്ടും ഒരേ അർത്ഥം ഉള്ളതാണ്. ഒരേ അർത്ഥത്തെ ഉണ്ടാക്കുന്നതാണ് രണ്ട് വാക്ക്. ആ രണ്ട് വാക്കും അവിടെ അങ്ങനെ ഉപയോഗിക്കേണ്ട കാര്യം ഇല്ല. അത് വാക്യദോഷമാണ്. ഈ രണ്ട് വാക്കും ഒരേ അർത്ഥത്തെ തന്നെ പ്രദാനം ചെയ്യുന്നതാണ്, അന്യോന്യം എന്നുള്ളത് തമ്മിൽ. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് വാക്കുകൾ ഒരേ അർത്ഥത്തിലുള്ള രണ്ട് വാക്കുകൾ ഒരു വാക്യത്തിൽ ഉപയോഗിച്ചാൽ അതിനെ പുനരുക്തി ദോഷം എന്ന് പറയും. അത് വാക്യദോഷമാണ്. അതുകൊണ്ട് നമുക്ക് ഡി തെറ്റാണ് എന്ന് പറയാം. വരനും വധുവും തമ്മിൽ വിവാഹിതരായി. ഇവിടെ തമ്മിൽ എന്ന വാക്കിന്റെ വരനും വധുവും എന്ന് മതി. അവിടെ തമ്മിൽ എന്നതിന്റെ ആ വാക്കിന്റെ ആവശ്യമില്ല. വരനും വധുവും വിവാഹിതരായി. അവിടെ തമ്മിൽ എന്ന ഒരു വാക്ക് ആവശ്യമില്ലാത്തതാണ്. അടുത്തത് വരനും വധുവും അന്യോന്യം വിവാഹിതരായി. നോക്കാം. വരനും വധുവും അന്യോന്യം വിവാഹിതരായി. വരനും വധുവും തമ്മിൽ മാലയിട്ടു. ഇത് രണ്ടും ഒരേ വാക്കുകളാണ്. എയും സിയും ഒരേ അർത്ഥത്തിലുള്ള വാക്യങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് കൂടുതൽ ശരിയായി നമുക്ക് തോന്നുന്നത് വരനും വധുവും അന്യോന്യം വിവാഹിതരായി, പരസ്പരം. അതാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, അതിനാണോ കല്യാണം എന്ന് പറയുക, അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുക. വരനും വധുവും അന്യോന്യം വിവാഹിതരായി എന്നതാണ് ശരിയായ വാക്യം. ആ വാക്യത്തിനാണ് സാധുത ഉള്ളത്. ബാക്കിയൊക്കെ അവിടെ നമുക്ക് ചില വാക്കുകൾ വീണ്ടും ആവർത്തിക്കുന്നതായി കാണാം. പിന്നെയോ അതേപോലെ സമാനാർത്ഥമുള്ള വാക്ക് വീണ്ടും വരുന്നതായി കാണാം. അതുകൊണ്ട് നമുക്ക് ഇതിനെ നമുക്ക് ബി വാക്യത്തെ നമുക്ക് ശരിയായ വാക്യമായി തിരഞ്ഞെടുക്കാം. തീർച്ചയായിട്ടും മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം തീർച്ചയായും കാണാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധയോടെ ചോദ്യത്തെ നേരിടുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.